അല്ല, ടീച്ചർക്കിന്ന് പ്രത്യേകിച്ച് വഴിപാടൊന്നും ഇല്ലാലോ, വേഗം തൊഴുതു വന്നൂടെ? ഏതായാലും ദിവസം അമ്പലത്തിന് മുന്നിൽ വരെ മാഷ് എന്റെ കൂടെ വരുന്നുണ്ട്. എന്നാ പിന്നെ തൊഴുകൂടെ ചെയ്താലെന്താ? വല്ല കുറച്ചിലും ഉണ്ടോ? ഒരു കുറച്ചിലും ഇല്ല. തേവരോട് പ്രത്യേകിച്ച് ബോധിപ്പിക്കാനായിട്ടോ ആവശ്യപ്പെടാനായിട്ടോ ഒരു കാര്യം എനിക്കില്ലാന്ന് ടീച്ചർക്ക് അറിയാലോ. അവിടെയാണെന്ന് വെച്ചാൽ സർവ്വനേരവും പരാതിക്കാരുടെ ബഹള. ഇനി ഞാൻ കൂടെ കൂട്ടിയിട്ടെന്തിനാ അങ്ങനെ സൂര്യം കെടുത്തണേ? ഞാൻ ആ ആൾത്തറിൽ എങ്ങാനും ചെന്ന് വല്ല സൊറയും പറഞ്ഞിരുന്നോളാം. സൊറ പറഞ്ഞിരിക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ തൊഴുതു മടങ്ങുമ്പോഴേക്കും ഒന്ന് പറഞ്ഞു തീർത്തേക്കണേ. വെറുതെ അവിടെ വന്ന് ആ പരമേശ്വരൻ നായരുടെ വളിച്ച തമാശ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ കേട്ടോ. സരസ്വതി ടീച്ചറെ എവിടെ വെച്ച് കണ്ടാലും അപ്പ തീരുമാനിച്ചോളേ വേണ്ടു. ഒരു 3 അടി, അതായത് കൃത്യം 3 അടി പിന്നിലോ മുമ്പിലോ രാവണ്യാരി ഭാഷ ഉണ്ടാവുന്നു. അതിന് താൻ എന്തിനോട് എന്നെ അസൂയപ്പെടണേ? അസൂയ ഉണ്ടായിട്ട് തന്നെ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഉണ്ടോ ഒരു അകമ്പടി? എന്താ കാക്ക കുത്തി കൊണ്ടുപോകും? കേട്ടോ പണിക്കരെ, പ്രായത്തെ കുറിച്ച് പറഞ്ഞപ്പോ മേന ഒരു കാര്യം മറന്നു. എല്ലാവരും കല്യാണം കഴിക്കണ പ്രായത്തിലല്ലല്ലോ അവര് കല്യാണം കഴിച്ചത്. 45-ാം വയസ്സിലെ കല്യാണ. അന്ന് ടീച്ചർക്ക് 40. ആയിക്കോട്ടെ, അവര് മുട്ടി ഒരുങ്ങി നടന്ന് കൊതി തീർന്നിട്ടുണ്ടാവില്ല. അവര് സുഖിച്ചോട്ടെ. ഭാഗ്യവാൻ, അല്ലാണ്ട് എന്ത് പറയാനാ? എന്നാലും ഈ പ്രായത്തിലും ഇങ്ങനെ മുട്ടാനും ഒരുമാനും ഒരാളെ കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. നമസ്കാരം. വയസ്സായാലെങ്കിലും ഈ കുന്നായ്മ പറഞ്ഞു നിർത്തിക്കൂടെ എന്റെ മേന്നെ? കുന്നായ്മ അല്ലടോ രാവുണ്യായരെ, ഇവിടെ എല്ലാവർക്കും അസൂയയാ. ഈ പ്രായത്തിലും ദിവസവും ഇങ്ങോട്ടും തിരിച്ചങ്ങോട്ടുള്ള തന്റെ ഈ അകമ്പടി ഉണ്ടല്ലോ, അതിവിടെ ആർക്കും കണ്ടിട്ട് അത്ര സഹിക്കണില്ല, പ്രത്യേകിച്ച് നമ്മുടെ മേന്നെ. ഉള്ളത് പറയാലോ, സത്യ. ഉണ്ടായിരുന്ന ഒരാളെ കൊല്ലങ്ങൾക്ക് മുമ്പേ സ്വയം പറഞ്ഞേച്ച ആളല്ലേ മേനോൻ. പിന്നെ ഇപ്പൊ അസൂയപ്പെട്ടിട്ടെന്താ കാര്യം? അതെ, ആർക്കും ഒരു ദണ്ണവും വേണ്ട, അകമ്പടി തന്നെയാ. ടീച്ചർ എവിടൊക്കെ പോയാലും അവിടെ ഒക്കെ അകമ്പടി ഉണ്ടാവും. അതെ പരമേശ്വരൻ നായരെ, ഞാൻ അകമ്പടി പോണതേ എന്റെ സ്വന്തം ഭാര്യയ്ക്കാ. എടോ രാവുണ്യായരെ, താൻ എന്നെ ഒന്നും വെച്ചുല്ലോ, ഒരാക്ഷേപവും. ഞാൻ പലർക്കും അകമ്പടി പോവാറുണ്ട്. അകമ്പടി മാത്രല്ല എന്ന് വെച്ചോളൂ, അതിന്റെയും കൂടി എന്റെ ഈ ദീർഘായുസ്. അതെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും ഒരു 4-5 വയസ്സ് മൂപ്പെങ്കിലും എനിക്കുണ്ടല്ലോ. അതെന്നെ കണ്ടാ തോന്നുവോ? എന്റെ വർത്താനം കേട്ടാലോ? ഇല്ല. എന്താ കാര്യം? ചിട്ടപ്പടിയുള്ള ജീവിതം. നോക്കിക്കോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അസ്ഥി കുടത്തിലാക്കി ഈ പുഴയെ കൊണ്ടുവന്ന് ഒഴുക്കുന്നത് കണ്ടിട്ട് ഈ പരമേശ്വരനാര് പോവും. അതിലാർക്കും ഒരു സംശയവും വേണ്ട. നമുക്ക് കാണാം. ഇങ്ങനെ പറഞ്ഞ പലരുടെയും അടിയന്തരം ഞങ്ങൾ ഉണ്ടതാ. എന്റെ മേലെ ഈ പരമേശ്വരൻ നായരെ കൊണ്ട് തോറ്റു. ചിരിച്ചിരിച്ച് അടിവയറ്റില് നീരായി. അതൊരു സിദ്ധിയമാട്ടെ, എല്ലാരെ കൊണ്ടും പറ്റില്ല. ഭാഗ്യവാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്റെ മേലെ. സരസ്വതി ടീച്ചർ വന്നു എന്ന് വെച്ചാൽ രാമുണ്ണി മാഷക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ അകമ്പടി പോട്ടെ പോട്ടെ. പിന്നെ ഞാനങ്ങട് പോണ്ടെന്ന് പറഞ്ഞ മാഷോട് നിൽക്കോ? ഇല്ലല്ലോ, എന്നാ പൊക്കോളൂ. അപ്പോഴേ നാളെ ട്രഷറിയിൽ വെച്ച് കാണാം. വയസ്സായി, ഒരു കൂനും വലിയ ഈടില്ല. അല്ല, ഇന്നെന്താ മാഷെ പതിവില്ലാണ്ട് ഒറ്റയ്ക്ക്? ട്രഷറിയിലേക്കാടോ. പെൻഷൻ വാങ്ങാനാവും. അല്ലാണ്ട് ടീച്ചർ ഇല്ലാതെ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പോവാറ് പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശിവരാമണ്ണാര് പോയപ്പോ ഞാൻ അവന്റെ മോള് പെൻഷൻ കാശ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ നല്ല മെടുക്കൻ ചേട്ടോ. അതിൽ തന്നെയായിരുന്നു നമ്മുടെ കണിച്ചിലാഴ്ച രാവപ്പണിക്കുണ്ടല്ലോ, ഒറ്റ അസുഖം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ഇതുപോലെ എന്റെ പിന്നിൽ നിന്ന് പെൻഷൻ വാങ്ങിച്ചോണ്ട് പോയതാ. അപ്പൊ നമ്മുടെ പിന്നിൽ നിന്ന് തട്ടിപ്പോന്നാ പറയണേ. ഉരുത്തക്കേട് പറയാതെ. തന്നെന്താ ചൊറിയണേ?
എനിക്ക് എന്റെ മാഷേ പെൻഷൻ വാങ്ങിക്കുന്ന ദിവസം ഉണ്ടല്ലോ വീട്ടിലിരുന്ന ഇരിക്കപ്പെടുത്തിയില്ല. അതിങ്ങോട്ട് കൈ കിട്ടുന്നവരെ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെയാ ഹേ അങ്ങനെ അല്ലാണ്ട് വരിക? ആരെ പറയുന്നു പറഞ്ഞാൽ മതി, ഏ? പറയുന്നു പറഞ്ഞാൽ മതി. ആ, ആരെ ആശ്രയിക്കാതെ അവനവന്റെ കാലിലാ നിൽക്കുന്നെന്ന് തോന്നുന്നത് ഈ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. അത് തനിക്ക്. ഞങ്ങളൊക്കെ ഈ തൊലി കണ്ടുകൊണ്ടല്ല ജീവിക്കണത്. പെൻഷൻ കാശാവുമ്പോ പഴയ നോട്ടായാലും മതിയെന്നായിരിക്കും അല്ലേ? നിങ്ങളും ഒരു ദിവസം ഇവിടെ ക്യൂ നിൽക്കേണ്ട ആളാണെന്നുള്ള കാര്യം മറക്കണ്ട. അല്ല, പുത്തനോട്ട് തന്നെ വേണാവോ? തന്നോട് പറഞ്ഞില്ല. ഇങ്ങനെ മാറണ്ട എന്നെ. ടീച്ചർക്കും പെൻഷൻ ആയിട്ടോ? അതെയോ? രണ്ടാളുടെയും പേയ്മെന്റ് ഒരു ദിവസം ആക്കി തരണം. ആ, പേപ്പർ വരട്ടെ, നോക്കാം. ഈ പടവലങ്ങ സ്വല്പം വാടിയിട്ടുണ്ടല്ലോ കോവിന. ഇല്ല മാഷേ, ഇപ്പൊ പൊട്ടിച്ചോണ്ട് വരുന്ന വഴിയാ. വാ, അതെ. ഇനി എപ്പോഴാണോ വരേണ്ടത്? ഒരാഴ്ച കഴിയട്ടോ. ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. അത് ശരിയാ. ആ, തീർത്തു. ദാ, നാളെ ഞാനൊന്ന് വീട് വരെ പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് വിളിച്ചാ മാഷ് വരില്ലല്ലോ. ലക്ഷ്മിക്കുട്ടിയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അവിടെ. പിറ്റേന്ന് തന്നെ മടങ്ങാം. എന്താ ഒന്നും മിണ്ടാത്തത്? മാഷേ, പോണം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? പിന്നെന്താ പ്രത്യേകിച്ച് മിണ്ടാനുള്ളത്? ഓ, അയ്യോ, പതുക്കെ പതുക്കെ. പൊക്കോളൂ. എവിടെയാണെന്ന് വെച്ചാ പൊക്കോളൂ. അല്ല, പിറ്റേന്ന് തന്നെ. എന്തിനാ പിറ്റേന്നാക്കണത്? ഒരാഴ്ചയോ ഒരു മാസോ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ താമസിച്ചിട്ട് സൗകര്യം പോലെ വന്നാ മതി. ഇവിടെ ഇങ്ങനെ ഒരുത്തനുണ്ടല്ലോ ഒറ്റയ്ക്ക്. ഞാൻ എങ്ങനെയാലും കഴിഞ്ഞോളാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? പോവണത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഇതാദ്യമായിട്ടല്ലല്ലോ ഈ ചോദ്യം ഉത്തരവും. കൂടപ്പിറപ്പെന്ന് പറയാൻ ആകപ്പാടൊരു അനീതിയേ ഉള്ളൂ. അവളുടെ അടുത്തൊന്ന് പോണോന്ന് പറഞ്ഞതിനാ ഈ ബഹളം മുഴുവൻ. പൊയ്ക്കോ. സ്വന്തക്കാരും ബന്ധുക്കളും ഉള്ളവര് ഭാഗ്യം ചെയ്തവര്. എനിക്കല്ലേ ആരും ഇല്ലാത്തത്. ഇല്ല, ഞാൻ പോണില്ല. എവിടേക്ക് പോണില്ല. അപ്പൊ തീർന്നില്ലേ? വേണ്ട, പൊയ്ക്കോ. ഇത് എവിടേക്കാ ഈ സമയത്ത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്.